എനിക്ക് ഒരു NDA പോയത് അല്പം തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് NDA അല്ല പോകണ്ടായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സ്വാഭാവികമാണ്. പക്ഷേ തിരിച്ച് ആ തെറ്റ് തിരുത്തിയാണല്ലോ UDF വരാൻ ആയാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വഴി തിരിച്ച് ചെല്ലാൻ എനിക്ക് അവസരം ഉണ്ടായത്. ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിനെ നേരിട്ട് എന്നെ വിളിച്ചതാണ്, ബന്ധപ്പെട്ടതാണ്. ഞാനില്ല എന്ന് പറഞ്ഞു. ഈ മഹാനുള്ളടത്ത് ഞാനില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതല്ലേ അദ്ദേഹത്തോട് ചോദിക്കുക, എനിക്കറിയില്ല. ഞാൻ ഏതായാലും അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ UDF ചെയർമാനായിരുന്നപ്പോഴും പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനുള്ള പ്രശ്നം വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ ജോസഫ് സാറിനെ ഇവിടെ കൊണ്ടുവരും, പരിപാടിക്ക് കൊണ്ടുവരും. ഫ്രാൻസിസ് ജോർജ് വരും, പാർട്ടി PC തോമസ് വരും. അപ്പോൾ എല്ലാ പരിപാടിയും അങ്ങേർക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യണം. അതാണ് ഉള്ള ഒരു പ്രശ്നം. പിന്നെ കോട്ടയത്ത് UDFിൻ്റെ പരിപാടി എന്നോട് നേരിട്ട് പറഞ്ഞു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രം ഇവിടെ ഉള്ളൂ. ഞാൻ നേതാവല്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തെ MLA മന്ത്രിയാണ്. അങ്ങേരിരിക്കുന്ന വേദിയിൽ മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. എല്ലാ ഉദ്ഘാടനങ്ങൾക്കും പുള്ളിയായിരിക്കണം. പിന്നെ പുള്ളി വരുമ്പോൾ മുദ്രാവാക്യം വിളിക്കണം, കീന്ന് വിളിക്കണം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. ഏത് സംവിധാനത്തെ മോശമാക്കി? ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അത് പറഞ്ഞാൽ നമ്മുടെ ഈ നിലവിൽ PD സതീശൻ വരുന്ന ജാഥയിൽ നിന്നും സജി മഞ്ഞക്കടമ്പൻ വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ അത് ബഹിഷ്കരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാവാതിരിക്കാൻ. സജി മഞ്ഞക്കടമ്പൻ ബഹിഷ്കരിക്കുന്നതല്ല, സജി മഞ്ഞക്കടമ്പൻ പങ്കെടുക്കണ്ട എന്നുള്ള ഒരു UDFിൻ്റെ നേതാവിൻ്റെ ആ ഭ്രഷ്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ജൽപ്പനങ്ങൾ ഇവിടെ തുറന്നു കാട്ടാൻ വേണ്ടി തന്നെ നടത്തി. ഒരു സംശയം. പാർട്ടി ജില്ലാ കമ്മിറ്റി ഇന്നലെ ഏറ്റുമാനൂർ കൂടി ഇത് തന്നെയാണ് തീരുമാനിച്ചത്. സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ ആരും വേദിയിൽ കയറണ്ട, പങ്കെടുക്കണ്ട. അല്ലല്ലോ, ഞങ്ങളുടെ പ്രവർത്തകർ കൊടി കെട്ടിയിട്ടുണ്ട്. ഞങ്ങളവിടെ എന്താ പറയുക, ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്നലെ വിളംബര ദീപം തെളിയിച്ചു. പത്രത്തിലുണ്ടല്ലോ വാർത്ത, പത്രത്തിലും മാധ്യമങ്ങളിലും ഉണ്ട്. ഭാരവാഹികളുടെ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ പ്രസിഡന്റും ഒന്നും പങ്കെടുക്കില്ല. ബാക്കിയുള്ള ആ പ്രാദേശിക നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നതിന് ഒരു വിലക്കുമില്ല. ഞാൻ ബഹിഷ്കരിക്കുന്നതല്ല, ബഹുമാനപ്പെട്ട MLAയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് സ്വയം ഒഴിവായി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ എന്നാൽ നമുക്ക് ഞാൻ വേദിയിൽ കയറി അല്ലാതെ പ്രതിപക്ഷ നേതാവിന് എവിടെയെങ്കിലും ഒരു ഷാൾ അണിയിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ഷാൾ അണിയിക്കുകയും ചെയ്യും. അത് ഈ യോഗത്തിലായിരിക്കുകയില്ല, ഒരു വ്യത്യാസമില്ല. ഇപ്പം കൃത്യ എണ്ണം എൻ്റെ ഇല്ല. അത് ഞങ്ങൾക്ക് ഒരു 1000-ലധികം പ്രവർത്തകർ ഞങ്ങൾ ഇപ്പോൾ നിർത്താം. എല്ലാ ജില്ലാ നിയോജക കമ്മിറ്റികളും ഞങ്ങൾക്കുണ്ട്. 9 നിയോജക കമ്മിറ്റി ഉണ്ട്. ജോസ്കേമാണിയുടെ പ്രശ്നം മാറിയോ? എന്നാ പ്രശ്നം? ആരാ പറഞ്ഞേ? ജോസ്കേമാണിയുടെ ഒരു പ്രശ്നമില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ജോസ് കെ മാണി നിന്നു കൊടുത്തു. എന്നെ അന്ന് പൂശാൻ വേണ്ടി പുള്ളി നിന്നു കൊടുത്തു. അല്ല, പുള്ളിയുടെ ഒരു പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളിയായിട്ടുള്ള പ്രശ്നം അങ്ങനെ തന്നെ നിലനിൽക്കുക. അങ്ങോട്ട് പോകണമെന്ന് ഞാനല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്കല്ലേ പോകണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. ഇപ്പം സർക്കാർ അങ്ങനെ തീരുമാനം ഇല്ല. അൺപാർലമെൻ്ററി എന്നാ പറഞ്ഞേ? അൺപാർലമെൻ്ററി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞേ? ഞാൻ മനസ്സിലായില്ല. വാർത്ത ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് MLAയുടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഊരുവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഈ കോട്ടയം ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സംഘടനം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ, അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലുണ്ടാവുകയോ ചെയ്ത് ആ പ്രിയപ്പെട്ട PD സതീശൻ്റെ ജാഥയിൽ ഒരു എന്താ പറയുക, ഒരു പുഴുക്കുത്തുണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ അവസരം പോലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ സ്വയം വേദിയിൽ കയറാതെ മാറി നിൽക്കുന്നു. ഇത്രേ ഉള്ളൂ.